ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളെ കറിവേപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മളെ റെഡ് ലേഡി പപ്പായ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ വീഡിയോ ഞാനിപ്പോൾ ഇന്നെടുത്തതാണ്. ഇത് 2 ദിവസം മുന്നേ ഞാൻ കറിവേപ്പ് നോക്കാനും കറിവേപ്പ് പറിക്കാനും കൂടെ വന്ന സമയത്ത് നമ്മൾ 2 സുന്ദര കുട്ടപ്പന്മാരിവിടെ റെഡ് ലേഡി മേലിങ്ങനെ പഴുത്ത് പാകമായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കൂടുതൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മഴയും കൂടെ അല്ലേ, ചിലപ്പം വെള്ളം കുടിക്കുകയോ വല്ല കുരങ്ങന്മാർ വന്ന് നശിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രായം അത് പറിച്ച് വെക്കും കേട്ടോ. അപ്പോൾ 2 ഉണ്ടായിരുന്നു. 2 പൊട്ടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്ന് ഒരു 2-3 ദിവസം ഒന്ന് സൂക്ഷിച്ച് വെക്കണം. കാരണം ആ ഒരു സ്റ്റേജിൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇനി ഇച്ചിരി ഒരു ഉറപ്പുണ്ടാവും കേട്ടോ. കുറച്ചൊരു ഹാർഡായിട്ടിരിക്കും. കുറച്ചും കൂടെ സോഫ്റ്റ് ആവണമെങ്കിൽ ഇങ്ങനൊരു യെല്ലോ കളർ ആവണം. അങ്ങനെ നമ്മളിത് മുറിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ എടുക്കാൻ കാരണം ഇത് സാധാ പപ്പായ അല്ല. പിന്നെ എല്ലാവരുടെ കയ്യിലൊന്നും ഈ ഒരു സാധനം ഇല്ലാതാണ്. ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വട്ട എടുത്തിട്ട് ഇത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടപ്പോൾ വട്ട നിറച്ച സാധനം ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് പീസാക്കി നോക്കാം. ഏകദേശം എത്ര ഉണ്ടാവും എന്നറിയാലോ. നല്ല രീതിയിൽ നമ്മൾ പെട്ടെന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ടേ. നല്ല വലിപ്പമുണ്ട്, ഉള്ളിൽ നല്ല ഫ്ലഷും ഉണ്ട്, നല്ല കട്ടിയുണ്ട്. നന്നായിട്ട് പഴുത്തതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ കുരുവൊക്കെ ഒന്നെടുത്ത് മാറ്റി വെക്കാം. വിത്താവുമോയെന്ന് മുളയ്ക്കുമോയെന്നൊന്നും അറിയില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഇത് മുറിച്ച് ഇത് പാത്രത്തിലാക്കി വന്നപ്പോൾ ഈ വട്ടം നിറയുന്നുണ്ട് കേട്ടോ. പിന്നെ അന്നേരത്തേനും ഓരോരുത്തർ വന്ന് കൈയിട്ട് വരാൻ തുടങ്ങി. ക്ഷമയില്ലാത്തതുകൊണ്ട് ഈ കളറ് പോലെ തന്നെ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ലേഡീൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ലേശം മാറ്റി വെച്ചത് ലാമിക്കുട്ടിൻ്റെ ഒപ്പിച്ച് വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ പുതിയന്മാരെല്ലാവരും കൂടെ പാത്രം കാര്യമാക്കി കളയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വടിയും പാരയൊന്നും എടുക്കരുത്. ഞാൻ നന്നായിക്കോളും. നല്ല നല്ല വീഡിയോ ഇനി മുന്നോട്ട് ഇട്ടോളുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ.